വെൽക്കം ടു ആസ്ക് ഐ എസ് ഫോർ ഡെയിലി ന്യൂസ് അനാലിസിസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6 ഡിസംബർ 2021 ന്യൂസുകളാണ്. ഒന്നാമത്തേത് ആന്റി ഡിഫെക്ഷൻ, സെഡീഷൻ, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. ഇങ്ങനെ 3 ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ടോപ്പിക് ആയിട്ടുള്ള ആന്റി ഡിഫെക്ഷൻ ലോ. GS പേപ്പർ 2 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്റോറിക്കൽ അണ്ടർപിന്നിങ്സ് അല്ലെങ്കിൽ ഇവല്യൂഷൻ ഫീച്ചേഴ്സുമോ അല്ലെങ്കിൽ അമെൻമെന്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ആന്റി ഡിഫെക്ഷൻ എന്ന് പറയുന്നത്. റീസെന്റ് പല സ്റ്റേറ്റുകളിലും ആന്റി ഡിഫെക്ഷൻ ലോ കൊണ്ടുവന്ന് പല ആൾക്കാരെയും സസ്പെൻഡ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. റീസെന്റ് കോൺഗ്രസ് പാർട്ടിയുടെ സ്പീക്കറിന് മേഘാലയ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 10 MLAസിനെ ആന്റി ഡിഫെക്ഷൻ പ്രകാരം പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. തൃണമൂൽ കോൺഗ്രസിലേക്ക് അവർ പാർട്ടി മാറിയതിനാണ് ഈ ഒരു ആന്റി ഡിഫെക്ഷൻ ബാധകമാക്കണമെന്നുള്ളത്. ബേസിക്കലി എന്താണ് ഈ ആന്റി ഡിഫെക്ഷൻ അല്ലെങ്കിൽ 10th ഷെഡ്യൂൾ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. ഈ പറയുന്ന കേസിൽ ഇപ്പൊ ഇവിടെ പാർട്ടി ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞ കേസിൽ 10th ഷെഡ്യൂൾ അപ്ലിക്കബിൾ അല്ല. എന്തുകൊണ്ടാണ്? ഒരു മെമ്പർ അല്ലെങ്കിൽ ഒരു ഹൗസിന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ജോയിൻ ചെയ്യുന്ന പാർട്ടി ഉണ്ടായിരുന്ന സമയത്തിന്റെ ഒരു 1/3 ആൾക്കാർ ഈ പറയുന്ന മെമ്പേഴ്സിലേക്ക് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം ഡിസ്ക്വാളിഫിക്കേഷൻസ് ബാധകമല്ല. കാരണം അവരതൊരു സ്പ്ലിറ്റ് ആയിട്ട് മാത്രമാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു അവസരത്തിലാണ് 10th ഷെഡ്യൂൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലവൻ്റ് ആയിട്ട് വരുന്നത്. 10th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ജനറലി അറിയപ്പെടുന്നതാണ് ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത്. ചില സ്പെസിഫിക് സർക്കംസ്റ്റാൻസസിൽ പൊളിറ്റിക്കൽ പാർട്ടി ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ നേരിടേണ്ടി വരുന്ന ഒരു ലോ ആണ് ഈ പറയുന്ന ആന്റി ഡിഫെക്ഷൻ. കോൺസ്റ്റിറ്റ്യൂഷനിൽ 52nd അമെൻമെന്റ് ആക്ട് പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഈ ഒരു ഭാഗം ആഡ് ചെയ്തിട്ടുള്ളത്. അതിപ്പോ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു MLAക്ക് പോലും ഇത്തരം സിറ്റുവേഷൻസ് ബാധകമാണ് എന്നുള്ളതാണ്. ഈ ലോ കവർ ചെയ്യുന്ന ആക്ച്വലി 3 സിനാരിയോസ് ആണ്, അല്ലെങ്കിൽ MP അല്ലെങ്കിൽ MLAമാർക്കുള്ള 3 സിനാരിയോസ് ആണ് ഇത് കവർ ചെയ്യുന്നത്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരിൽ ഒരു വ്യക്തി സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മെമ്പർഷിപ്പ് വോളണ്ടറിലി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒഴിവാക്കുകയാണ്. അതല്ലാത്ത പക്ഷം ആ പാർട്ടി പറയുന്നതിനെതിരെയായിട്ട് ഹൗസിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ആന്റി ഡിഫെക്ഷൻ ബാധകമാണ്. അതുപോലെ തന്നെ ഒരു ഇലക്ഷന് ശേഷം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്താലും അവരും ആന്റി ഡിഫെക്ഷന് ബാധകമാണ്. ഈ 2 കേസിൽ സെലക്ട് ചെയ്ത് വന്ന ആൾക്കാരുടെ കേസാണ്. പക്ഷെ നോമിനേറ്റ് ചെയ്ത MP കേസിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 6 മാസം സമയം കൊടുക്കും ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ജോയിൻ ചെയ്യാൻ. ആ ജോയിൻ ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും അവർ പാർട്ടി പറയുന്ന റോള് തീർച്ചയായിട്ടും അത് പ്ലേ ചെയ്യാൻ വേണം, അവർ പറയുന്ന വോട്ടിങ് കാര്യങ്ങൾ. അതല്ലാത്ത പക്ഷവും അവർക്ക് ആന്റി ഡിഫെക്ഷൻ നേരിടാവുന്നതാണ്. ഈ ഡിസ്ക്വാളിഫിക്കേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്യണോ, MP-നെ MLA ഡിസ്ക്വാളിഫൈ ചെയ്യണോ എന്നുള്ളതിന്റെ അന്തിമ തീരുമാനം എടുക്കുന്നത് പ്രിസൈഡിങ് ഓഫീസറാണ്. അതായത് ലെജിസ്ലേച്ചേഴ്സിന്റെ പ്രിസൈഡിങ് ഓഫീസേഴ്സ് ആണ്. അതിന് പ്രോപ്പർ ആയിട്ട് ഒരു ടൈം ഫ്രെയിം ഒന്നും പറഞ്ഞില്ല. ഈ ആന്റി ഡിഫെക്ഷൻ എത്ര സമയത്തിനുള്ളിൽ ലോ ആയിട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ അവരെ പുറത്താക്കണം, അത്തരം കാര്യങ്ങളൊന്നും ടൈം സ്പെസിഫിക് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും റീസെന്റ് സുപ്രീം കോടതി പറഞ്ഞ വിധി പ്രകാരം എന്താണ്, ആന്റി ഡിഫെക്ഷൻ കേസസ് തീർച്ചയായിട്ടും 3 മാസത്തിന്റെ അകത്ത് തീരുമാനമാക്കണമെന്നാണ്. ഇനി ഡിസ്ക്വാളിഫിക്കേഷൻ ഇല്ലാതെ തന്നെ പാർട്ടി ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. 2 സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ എക്സെപ്ഷൻസും ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതായത് ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയുമായിട്ട് മെർജ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് 2/3 ഓഫ് ദ ലെജിസ്ലേച്ചേഴ്സ് എന്താണ് ഈ മെർജറിന് സപ്പോർട്ടിങ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് മെർജ് ചെയ്യുന്ന സമയത്ത് പാർട്ടി ചേഞ്ച് ചെയ്താലും എന്ത് സംഭവിക്കുന്നില്ല, അവർക്ക് ആന്റി ഡിഫെക്ഷൻ ബാധകമല്ല. രണ്ടാമത്തെ ഒരു കേസ് പ്രിസൈഡിങ് ഓഫീസർ, ഒരു ഹൗസിന്റെ പ്രിസൈഡിങ് ഓഫീസർ ആവാൻ വേണ്ടിയിട്ട് സ്പീക്കർ എന്ത് ചെയ്യും, അവരുടെ മെമ്പർഷിപ്പ് രാജിവെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഓഫീസ് അല്ലെങ്കിൽ ആ ഒരു ഓഫീസ് ഹോൾഡ് ചെയ്യുന്നത്. ഈ 2 കേസുകളിലും ആന്റി ഡിഫെക്ഷൻ ബാധകമല്ല. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെഡീഷൻ ആണ്. GS പേപ്പർ 2 ഗവൺമെന്റ് പോളിസീസ് ആൻഡ് ഇന്റർവെൻഷൻസ് അല്ലെങ്കിൽ ഇഷ്യൂസ് അറൈസിംഗ് ഔട്ട് ഓഫ് ദെയർ ഡിസൈൻ എന്നുള്ളൊരു പാർട്ട് എന്ന് വരുന്ന ഒരു കാര്യമാണ് സെഡീഷൻ. റീസെന്റ് ആസാം പോലീസ് ചില എഡിറ്റേഴ്സിനെയും കോണേഴ്സിനും അവിടെയുള്ള ലോക്കൽ ന്യൂസ് റിപ്പോർട്ടർ ബരാക് വാലിയിൽ സെഡീഷൻ കൊണ്ടുവന്നത് അണ്ടർ 124A ആണ് സെഡീഷന്റെ ഇതെന്ന് പറയുന്നത്. അത് പ്രകാരം എന്താണ്, ബംഗാളി സ്പീക്കിംഗ് പീപ്പിളിന്റെ ആസാമീസിന്റെ ഇടയിൽ എനിമിറ്റി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് സെഡീഷൻ കേസ് ചുമത്തി അവരെ അകത്തിട്ടു. ബരാക് വാലി എന്ന് പറയുന്നത് ബംഗാളീസും അതുപോലെ തന്നെ ബ്രഹ്മപുത്ര വാലിയിലാണെന്നുണ്ടെങ്കിൽ ആസാമീസ് സ്പീക്കേഴ്സ് ഒരുപാടുള്ളതാണ്. അവരുടെ ഇടയിൽ എനിമിറ്റി കൊണ്ടുവരുന്ന രീതിയിലുള്ള എഡിറ്റോറിയൽസും കാര്യങ്ങളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർക്കെതിരെ കേസ് ചുമത്തിയിട്ടുള്ളത്. സെഡീഷൻ എന്ന് പറയുന്നത് എന്താണ്,
ഇൻഡിസ്ക്രിമിനേറ്റ്ലി ക്രിട്ടിക്സ് അല്ലെങ്കിൽ ജേർണലിസ്റ്റുകൾ, സോഷ്യൽ മീഡിയ യൂസേഴ്സ്, ആക്ടിവിസ്റ്റുമാർ, സിറ്റിസൺസ്, ഇത്തരം അധികം ആൾക്കാരെ ഒക്കെ എതിരെ ചുമത്താവുന്ന ഒരു കേസാണ് ഇതെന്ന് പറയുന്നത്, ഈ സെഡീഷൻ എന്ന് പറയുന്നത്. റീസെന്റ് COVID-19 മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് നടത്തിയ പല മോശമായ നടപടികൾക്കെതിരെയും, മെഡിക്കൽ ആക്സസ് കിട്ടാത്തതിനെയും എക്യുപ്മെന്റ്സിനെതിരെയും ഡ്രഗ്സും ഓക്സിജൻ സിലിണ്ടേഴ്സിന്റെ ഒക്കെ അവൈലബിലിറ്റി കുറഞ്ഞതിനെതിരെയൊക്കെ സംസാരിച്ച ഒരുപാട് പേരെ ഈ പാൻഡമിക്കിന്റെ സെക്കൻഡ് വേവിൽ സെഡീഷൻ ലോ ചുമത്തി അകത്തിട്ടിട്ടുണ്ട്. എന്താണ് സെഡീഷൻ? സെക്ഷൻ 124A ഓഫ് ദ IPC 124 സെക്ഷൻ പ്രകാരം 124A പ്രകാരമാണ് സെഡീഷൻ നിശ്ചയിച്ചത്. അതായത് whoever by words either spoken or written or by signs or by visible representation or otherwise brings or attempts to bring in hatred or contempt or excite disaffection towards the government. അതായത് ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പോൾ സ്പോക്കൺ ആവാം, റിട്ടൺ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും സൈനുകളാവാം, അല്ലെങ്കിൽ വിസിബിൾ റെപ്രസെന്റേഷൻ ആവാം. അത്തരം രീതിയിൽ ഗവൺമെന്റിനെതിരെയുള്ള വെറുപ്പ് കാര്യങ്ങൾ വരുത്തുകയാണെങ്കിൽ അത്തരം പേർക്കെതിരെ ചുമത്താവുന്ന ഒന്നാണ് ഇതെന്ന് പറയുന്നത് സെക്ഷൻ 124A ഓഫ് IPC, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ദ സെഡീഷൻ. അത് പ്രകാരം എന്താണ്, ലൈഫ് ഇംപ്രിസൺമെന്റ് കിട്ടാം, അല്ലെങ്കിൽ ഫൈൻ കിട്ടാം, അല്ലെങ്കിൽ ഇതിന്റെ പല കോമ്പിനേഷൻസും കിട്ടാം. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡെഫിനേഷൻ ഈ പറഞ്ഞ സെഡീഷൻ 124A ഓഫ് ഇന്ത്യൻ പീനൽ കോഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് വളരെയധികം വോക്കൽ ക്രിറ്റിക്സ്, ഈ പറയുന്ന ഗവൺമെന്റ് പോളിസീസിനൊക്കെ എതിരെ പറയുന്നവരെ ഈ പറഞ്ഞത് ചുമത്തുന്നത് ശരിയായൊരു നടപടിയല്ല. ആർട്ടിക്കിൾ 19 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എന്താണ്, നമുക്കൊരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്. അതിനെതിരെയായിട്ടാണ് ഈ പറഞ്ഞ സെഡീഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ ഷോർട്ടൺ ചെയ്യുന്ന ഒന്നാണ് ഇതെന്ന് പറയുന്നത് സെക്ഷൻ 124A. അപ്പൊ ആർട്ടിക്കിൾ 19 അവിടെ ഒരു ചോദ്യമാവുകയാണ്. സെക്ഷൻ 124A നിലവിൽ വരും. ഈ ഒരു ലോ പ്രകാരം ഇവിടെയുള്ള പല നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റുവിനൊക്കെ സെഡീഷൻ ലോ പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്, ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് ഈ കൊളോണിയൽ സമയത്ത് അവർ വളരെയധികം മോശമായിട്ട് ഉപയോഗിച്ച ഒരു ലോ കൂടിയായിരുന്നു ഇതെന്നുള്ളതാണ്. മഹാത്മാഗാന്ധി ഇതിനെ ഡിസ്ക്രൈബ് ചെയ്തിരുന്നത് എന്താണ്, ലിബർട്ടി ഓഫ് സിറ്റിസൺ സപ്രസ് ചെയ്യുന്ന ഇന്ത്യൻ പീനൽ കോഡിലെ ഭാഗമെന്നാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നെഹ്റു ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത് ഇത് വളരെ മോശമായ ഒരു കാര്യമാണെന്നും ഇത് എന്നാണ് നിർത്തുന്നത് അന്നത്തോടെ പല കാര്യങ്ങളും നന്നാവുമെന്ന് കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബേസിക്കലി ഇത്രയും ആൾക്കാരും ഈ പറഞ്ഞ സെഡീഷൻ ലോയിൽ പെട്ടിട്ടുണ്ട് എന്നാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ 2 ജഡ്ജ്മെന്റുകൾ നോക്കാം. ഒന്ന് കേദാർനാഥ് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ, 1962 ഒരു കേസാണ്. ഒരു 5 ബെഞ്ച് സുപ്രീം കോർട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് പറഞ്ഞത് ഈ കേദാർനാഥ് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ കേസിൽ ചില ഗൈഡ് ലൈൻ പ്രിൻസിപ്പിൾസ് കൊണ്ട് കോർട്ട് റൂൾ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് സ്ട്രോങ് വേർഡഡ് എക്സ്പ്രഷൻസ്, അത്തരം കാര്യങ്ങൾ പബ്ലിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ വയലൻസ് ക്രിയേറ്റ് ചെയ്യാത്ത പക്ഷം ഗവൺമെന്റിനെതിരെ പറഞ്ഞാലും അത് സെഡീഷൻ ചുമത്താൻ പാടില്ല, അല്ലെങ്കിൽ അത് പീനൽ അല്ല എന്നാണ്. ഇനി ബൽവന്ത് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 1995 കേസ് പ്രകാരം പറയുന്നത് മിയർലി സ്ലോഗൻസ് ഷൗട്ട് ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഖലിസ്ഥാൻ സിന്ദാബാദ് എന്ന് പറഞ്ഞതിനെതിരെയാണ് അവിടെ സെഡീഷൻ ചുമത്തിയിട്ടുള്ളത്. അങ്ങനെ സ്ലോഗൻസ് ഷൗട്ട് ചെയ്യുന്ന ഒരിക്കലും എന്താണ് ഈ പറയുന്ന സെഡീഷൻ അല്ല എന്നും ഈ സെഡീഷൻ ഒരിക്കലും മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യരുത്, അതുപോലെ തന്നെ മിസ്യൂസ് ചെയ്യരുത് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആ ഒരു മാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് വൈസ് സെഡീഷൻ എത്രത്തോളം ഏതൊക്കെ സ്റ്റേറ്റുകളിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും. ബീഹാറിൽ 168, തമിഴ്നാട് 139, ഉത്തർപ്രദേശിൽ 115, കർണാടക 50, ജാർഖണ്ഡ് 62. അങ്ങനെ ഒരു ഹൈ റാങ്കിങ് സ്റ്റേറ്റുകൾ ഇഷ്ടംമാരെ ഉണ്ട്. അപ്പൊ ഇവിടെയൊക്കെ സെഡീഷൻ ചുമത്തി ഒരുപാട് പേരെ എന്ത് ചെയ്യുന്നുണ്ട്, കേസിൽ പെടുത്തുന്നുണ്ട്. അങ്ങനെ ഗവൺമെന്റിനെതിരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനെ അവർ തടയുന്നതിന്റെ ഒരു രീതിയായിട്ടും അല്ലെങ്കിൽ ഒരു ടൂളായിട്ടും സെഡീഷനെ കാണുന്നുണ്ട്. സുപ്രീം കോടതി ഇപ്പോൾ ജൂൺ 2021 ഏറ്റവും അവസാനം പറഞ്ഞ കാര്യം എന്താണ്, ഇറ്റ് ഈസ് ടൈം ടു ഡിഫൈൻ ദ ലിമിറ്റ്സ് ഓഫ് സെഡീഷൻ. സെഡീഷൻ എന്ന് പറയുന്ന ലോസിന്റെ ലിമിറ്റ് തീരുമാനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും ഒരുപാട് കേസസ് കാര്യങ്ങൾ ഇപ്പോൾ ക്വാഷ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ 124A സെഡീഷൻ അല്ലെങ്കിൽ പ്രൊമോട്ടിംഗ് എനിമിറ്റി ബിറ്റ്വീൻ ക്ലാസസ് എന്ന് പറയുന്ന 153 സെക്ഷനും IPCയുടെ എന്താണ് കൂടുതൽ ഇന്റർപ്രിട്ടേഷനും കാര്യങ്ങളും കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് ഇവിടെ ബാക്കിയുള്ള എല്ലാ ലോസും പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് ക്രിട്ടിസൈസ് ചെയ്യാനും കാര്യങ്ങളും പറ്റുള്ളൂ എന്ന് കൂടി മനസ്സിലാക്കുക. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ്. എല്ലാ December 3 ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അത് ഡ്രാഫ്റ്റ് നോംസ് ഓഫ് എൻഷുറിംഗ് ആക്സസിബിലിറ്റി എന്ന് പറയുന്ന ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള എയർപോർട്ടിലുള്ള ആൾക്കാർക്ക് എന്താണ് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ പ്രകാരം അവർക്ക് വേണ്ടിയിട്ടുള്ള ആക്സസിബിലിറ്റി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആണ് സിഗ്നിഫിക്കന്റ്ലി ഇമ്പയർഡ് ആയിട്ട് അവരുടെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു യൂഷ്വൽ സ്റ്റാൻഡേർഡ്സ്
അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇൻഡിവിജ്വൽ ഗ്രൂപ്പിന് ഉണ്ടാവുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫിസിക്കലി ചാലഞ്ചഡ് എന്ന് പറയും. നമ്മൾ നോർമലി അതിനെ റെഫർ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ ഫിസിക്കൽ ഇമ്പയർമെന്റ് അല്ലെങ്കിൽ സെൻസറി ഇമ്പയർമെന്റ്, കോഗ്നേറ്റീവ് ഇമ്പയർമെന്റ്, ഇന്റലക്ച്വൽ ഇമ്പയർമെന്റ്, മെന്റൽ ഇൽനസ്, അങ്ങനെ അല്ലെങ്കിൽ വേരിയസ് ടൈപ്പ് ഓഫ് ക്രോണിക് ഡിസീസ്, ഇതൊക്കെ ഈ പറയുന്ന ഡിസബിലിറ്റിയുടെ ഭാഗമായിട്ട് വരാം. ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ ഒരു മെഡിക്കൽ മോഡ് ഓഫ് ഡിസബിലിറ്റിയിലാണ് നമ്മൾ കൂടുതലായിട്ടും പറയാറുള്ളത്. 1992 ഈ ഒരു ഡേ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത്. അത് യുണൈറ്റഡ് നാഷൻസ് ജനറൽ അസംബ്ലിയുടെ റെസൊല്യൂഷൻ 47/3 പ്രകാരമാണ് ഇത് നമ്മൾ ഒബ്സർവ് ചെയ്തു തുടങ്ങിയത്. 2006 കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്ത് ചെയ്തു, അഡോപ്റ്റ് ചെയ്തു. ഇത് എയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വർക്കിംഗ് ടുവാർഡ്സ് ക്രിയേറ്റിംഗ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി, എല്ലാ ഡിസബിലിറ്റി ഉള്ള എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരിക. അതുകൂടെ 2030 എന്താണ് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇതിന്. ഈ ഡേ ഒബ്സർവ് ചെയ്യുന്നത് തീർച്ചയായിട്ടും എന്തിനു തന്നെയാണ്, അവരുടെ റൈറ്റ്സ് ആൻഡ് വെൽബീയിങ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ അവർക്ക് ഈ പറയുന്ന ഡിസബിലിറ്റി ഉള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ എക്കണോമിക് കൾച്ചറൽ ലൈഫിൽ അവരുടെ പ്രശ്നങ്ങൾ റേസ് ചെയ്യുകയും അതിനെപ്പറ്റി ഒരു അവയർനെസ് കൊണ്ടുവരികയും ഇതിന്റെ ഉദ്ദേശം. ഇനി വേൾഡ് വൈഡ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് പ്രകാരം വേൾഡിൽ മൊത്തം 1 ബില്യൺ ആൾക്കാരാണ് ഈ പറയുന്ന ഡിസബിലിറ്റിക്ക് ബാധകമായിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു ഫിഗർ റൈസ് ചെയ്യാനാണ് സാധ്യത ഇപ്പോൾ കൂടി വരുന്ന ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസും ഒക്കെ കാരണം. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യൻ പോപ്പുലേഷന്റെ 2.2% എന്ത് തന്നെയാണ് ഈ പറഞ്ഞ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ തന്നെയാണ്. അത് എയ്തർ ഫിസിക്കൽ ആവാം അല്ലെങ്കിൽ മെന്റൽ ഡിസബിലിറ്റി ആവാം. ഇപ്രാവശ്യത്തെ 2021 ഈ ഡേ ഒബ്സർവ് ചെയ്യുന്നതിന്റെ തീം എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ടുവാർഡ്സ് ആൻഡ് ഇൻക്ലൂസീവ് ആക്സസിബിൾ ആൻഡ് സസ്റ്റൈനബിൾ പോസ്റ്റ് COVID-19. COVID-19 പിന്നീട് വരുന്ന കാലഘട്ടത്തിൽ ഇവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ലൊരു ലീഡർഷിപ്പും പാർട്ടിസിപ്പേഷനും ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് 2021 തീം. ഇതേപോലെ വേൾഡ് പ്രോഗ്രാം ഫോർ ആക്ഷൻ അങ്ങനെയുള്ള ഡിഫറെന്റ് ഓർഗനൈസേഷൻസ് വേറെ ഉണ്ട്, അല്ലെങ്കിൽ യൂണിക് ഡിസബിലിറ്റി ഐഡന്റിഫിക്കേഷൻ പോർട്ടൽ, അങ്ങനെ പല പല ഇനീഷ്യേറ്റീവ്സ് കാര്യങ്ങൾ പാൻ ഇന്ത്യ ലെവലിലും അല്ലെങ്കിൽ എന്താണ് വേൾഡ് ലെവലിലും. അപ്പൊ ഇന്ന് 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആന്റി ഡിഫെക്ഷൻ ലോ, സെഡീഷൻ ആൻഡ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. That's all friends. Thank you all of you.